ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 400 ഗ്രാം അളവിൽ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു മീഡിയം വലിപ്പത്തിനാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിയേണ്ട, തീരെ ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമായിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതിനി ഇതിലെ ഇൻസെക്ട്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം അല്ല കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്, സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. കൂടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആ ഒരു ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പുറത്തേക്ക് വന്നോളും. ഇതുപോലെ തന്നെ നമുക്കിത് ചൂടുവെള്ളത്തിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോകും. നമ്മളങ്ങ് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും കുറഞ്ഞ അളവിൽ മാത്രമേ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. നല്ല രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മളിപ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റി 2-3 വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. 2-3 വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അല്ല, കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നമുക്ക് കോൺഫ്ലോർ ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാം. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണിത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഗരം മസാല പൊടിച്ചതും കൂടി. ഗരം മസാല ഒരുപാടായി പോകരുത്. ഇനി വേണ്ടത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ തൈര് ചേർക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നന്നായിട്ട് വെള്ളം കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് സമയം കൂടുതലായിട്ട് വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല രീതിക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കോളിഫ്ലവർ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല എല്ലാ കോളിഫ്ലവറിലേക്കും ഒന്ന് യോജിച്ച് കിട്ടണം, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്യരുത്, എങ്കിൽ പിന്നെ കോളിഫ്ലവർ പൊടിഞ്ഞു പോകും കേട്ടോ. വളരെ സോഫ്റ്റാണ്, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ലൈറ്റായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 15 മിനിറ്റ് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൊണ്ട് ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോളിഫ്ലവറിൽ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ആദ്യം ചൂടായിട്ടുണ്ടാവണം, പിന്നീട് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. കോളിഫ്ലവർ എല്ലാം എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് 1 മിനിറ്റ് നമ്മളിത് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. 1 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ എണ്ണയിൽ പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം എണ്ണ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ കംപ്ലീറ്റ് കോളിഫ്ലവർ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. കുറഞ്ഞ എണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പകുതിയായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് മൊരിക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ തന്നെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടെ 2 പച്ചമുളക് ഒന്ന് വകുന്ന അതും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് നേരെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെയും കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ, അതായത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് സൈഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.